നമ്മൾ പറയേണ്ടതും പറയാൻ ആഗ്രഹിക്കുന്നതും സഭയുടെ പുതിയൊരു യുഗം പിറക്കാൻ പോവുകയാണ്. ആകാംക്ഷയെക്കാളും ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായി വർഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത് ഇതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നുണ്ട്. അത് പരിശുദ്ധ പിതാവിൻ്റെ ആദ്യത്തെ ആശീർവാദവുമായി ബന്ധപ്പെട്ടതാണ്. പരിശുദ്ധ പിതാവിൻ്റെ ആദ്യത്തെ ആശീർവാദം ഉർബിത്തി ഓർബിയിൽ എല്ലാത്ത സമയത്തും, പക്ഷേ ഏറ്റവും പ്രധാനമായി ആദ്യത്തെ ആശീർവാദം അത് നേരിട്ടോ മാധ്യമങ്ങളിലൂടെയോ സ്വീകരിക്കുന്നവർക്ക്, ഒരുക്കത്തോടുകൂടി അതിൻ്റെ കണ്ടീഷൻസൊക്കെ പൂർത്തീകരിച്ച് സ്വീകരിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കൂടിയുണ്ട്. എന്ന് വെച്ചാൽ സഭ മുഴുവനും ഒന്നുകൂടി വിശുദ്ധീകരിക്കപ്പെടുന്ന തൻ്റെ സഭയുടെ അനുദിന ജീവിതത്തിൻ്റെ വ്യാപാരങ്ങളുടെ പരിമിതികളിലൂടെ കടന്നു പോകുന്ന സഭ തൻ്റെ തിന്മകളുടെ കാലിക ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്ന ഒരു സമയം കൂടിയാണ്. സഭ മുഴുവനുമാണത് സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് അവിടെ കൂടിയിരിക്കുന്ന ജനക്കൂട്ടം മുഴുവനും ഒരു വാർത്ത കാണാൻ കൂടിയിരിക്കുന്നു എന്നതിൻ്റെയും അപ്പുറത്ത് ഈ പറഞ്ഞ ദണ്ഡവിമോചനത്തിൻ്റെ വലിയ കൃപ കൂടി വർഷിക്കപ്പെടുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് അതിനുകൂടെ നമ്മൾ ഒരുങ്ങുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് ഈ സമയത്ത് കൂട്ടിച്ചേർക്കാനുള്ളത്.